ഒരെത്തും പിടിയില്ലാത്ത ഉത്തരങ്ങൾ എന്തിനായിരിക്കും തന്നത്? ശരിക്കും അദ്ദേഹം പറഞ്ഞത് സത്യമാണോ? ഏട്ടാ, നിങ്ങൾ ആ ഷോർട്ട് കട്ട് എടുത്തേ, വേഗം പോ. ഏയ്, ആരാണ് നീ? റോങ് സൈഡ് കയറി വരുന്നോ? വണ്ടി ഓടിക്കാൻ അറിയില്ലേ? മിസ്റ്റർ രാധാകൃഷ്ണൻ, നിങ്ങളോ? ആരോടും പറയാതെ സൈലന്റ് ആയിട്ട് എങ്ങോട്ടാ പോകുന്നത് മുരളി? പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുക. മനഃപൂർവ്വം നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. പട്ടാളക്കാരനല്ലേ, ഭയങ്കര ഷാർപ്പായിരിക്കും. യുവർ ഗസ് ഈസ് റൈറ്റ്. ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അത് നിന്റെ അടുത്തുനിന്ന് തന്നെ പുറത്തു വരണം. എന്റെ അനിയന്റെ അടുത്തു നിന്നോ നിന്റെ അനിയത്തിയുടെ അടുത്തു നിന്നോ അത് പുറത്തു വരുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. നിങ്ങൾ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്തോ നടക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അത് നിങ്ങളാ പറയണ്ടേ. നിങ്ങൾ എന്താ ചോദിക്കുന്നത് മനസ്സിലാക്കാതെ ഞാനിപ്പോ നിങ്ങളോട് എന്തുത്തരാ പറയേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് ഞാൻ പോയിന്റിലേക്ക് വരാം. നിങ്ങളെ കണ്ടപ്പോ തന്നെ ശ്രീകറും അവനി എന്തിനാ ഷോക്കായത്? ശ്രീകർ പേടിച്ച് നിങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി എന്താ സംസാരിച്ചത്? ഇതിനേക്കാളൊക്കെ വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാ, അവനി നിന്റെ സ്വന്തം അനിയത്തിയാണോ? എനിക്കെന്തോ അല്ലാന്നാ തോന്നുന്നത്. ലാവണ്യക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അവനി നിന്റെ പെങ്ങളാണെന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. പറയ് മുരളി സാർ. അവന് നിങ്ങളുടെ അനിയത്തിയാണോ? പറയാൻ. എന്റെ അനിയത്തിയാ, എന്റെ അനിയത്തിയാ, എന്റെ അനിയത്തിയാ, എന്റെ അനിയത്തിയാ, എന്റെ പെങ്ങളാ. കൂടെ പിറന്ന എന്റെ പെങ്ങളാ. ഒരേ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചവരാ ഞങ്ങള്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു അതിര് വേണം. മേലാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുപോലെ എന്നോട് ചോദിച്ച പോലെ എന്റെ പെങ്ങളോട് ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത്, മനസ്സിലായോ? വാണിംഗ് ആണോ? അങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായി നിർത്തി ഞങ്ങൾക്ക് തന്നെ വാർണിംഗ് തരുന്നുണ്ടെങ്കിൽ കൊള്ളാലോ നിങ്ങള്. അതിഥി വിരോധി എന്നൊക്കെ നിങ്ങൾ എത്ര തവണ പറയും? അതിഥിയെ അതിഥി എന്ന് തന്നെ വിളിക്കൂ മുരളി സാർ. വിരോധിയെ വിരോധി എന്നേ പറയൂ. അവളെ വീട്ടിലെ മകളായി കാണണോ ഞങ്ങള്? നിന്റെ അനിയത്തി ഞങ്ങളുടെ വീട്ടിലെത്തിയ അന്ന് മുതൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിലാണുള്ളത്. പറ്റുന്നത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊണ്ടുപോയാ നന്നായിരിക്കും മുരളി സാർ. ആവനിക്കും ശ്രീകറിനും ഇടയിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാ ഞങ്ങളുടെ സംശയം. ആ കാര്യം നിങ്ങളായിട്ട് ഇപ്പൊ പുറത്തു പറഞ്ഞാൽ നന്നായിരിക്കും. എന്റെ ഫ്രണ്ടിനും എന്റെ അനിയത്തിക്കും ഇടയിൽ എന്ത് റിലേഷൻ ഉണ്ടാവാനാ? ഒന്നുമില്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് ഊഹിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്റെ കയ്യിൽ ഉത്തരവില്ല. ആവനി എന്റെ സഹോദരിയാണ്, കേട്ടല്ലോ? നിങ്ങളിത് പറഞ്ഞ ഉടനെ ഞങ്ങൾ വിട്ടുകളയൊന്നും കരുതണ്ട. നിങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വസിക്കുമെന്നും കരുതരുത്. ആരുടെ ഇടയിൽ എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെങ്കിലും ആരുടെ ഇടയിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും എല്ലാം ഉടനെ മനസ്സിലാവും. ഞാനത് പുറത്ത് പറയുകയും ചെയ്യും. അവൾ ആപത്തിപ്പെട്ടു കഴിഞ്ഞാ അവളുടെ ഈ ചേട്ടൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും.
അവനിക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്യാനും എനിക്കൊരു മടിയുമില്ല. ഏത് മലയിടിഞ്ഞു വന്നാലും തടയാൻ ഞാൻ റെഡിയാ. ആ രണ്ടുപേരെക്കാളും ഇവനാണ് ഏറ്റവും വലിയ കള്ളൻ എന്നാ തോന്നുന്നേ. മഹാലക്ഷ്മിയുടെ അതേ രൂപം, എല്ലാവരെയും മനസ്സിലാക്കുന്ന അതേ പ്രകൃതം. ഒരു വീട്ടിലേക്ക് മരുമകളായി ചെന്ന് കയറുന്നൊരു പെൺകുട്ടിക്ക് എന്തെല്ലാം അർഹതകളാണ് ആവശ്യമുള്ളത്, ആ ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്നൊരു പെൺകുട്ടിയാണ് ആവനി. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജാതകം ചേർന്നിരുന്നെങ്കിൽ കള്ളത്തരങ്ങളൊന്നുമില്ലാത്ത കുട്ടി നമ്മളിലൊരാളായനെ. അഖണ്ഡ ദീപത്തോളം തേജസ് നിറഞ്ഞ ആ രൂപം മരുമകളുടെ സ്ഥാനത്തുണ്ടാകുമായിരുന്നു. ആഘോഷങ്ങള്, ഉത്സവങ്ങള്, മറ്റുള്ള എല്ലാ ശുഭകാര്യങ്ങളും സന്തോഷത്തോടെ നമുക്ക് നടത്താനാവുന്നുണ്ട്, നമ്മുടെ മകന്റെ വിവാഹം ഒഴിച്ച്. അറിയാലോ, അന്നൊരിക്കൽ ആ പവിത്രയുടെ കുടുംബം ജാതകത്തിന്റെ കാര്യത്തിൽ കളവെല്ലാം പറഞ്ഞ് വലിയ വഞ്ചന കാണിച്ചു. ഇപ്പോ നമുക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലോ ഇങ്ങനെയും സംഭവിച്ചു. അവന്റെ കല്യാണത്തിന് ഇത്ര തടസ്സങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മകന്റെ കല്യാണം നടത്താനാവില്ലേന്ന് വല്ലാത്ത സംശയമുണ്ട് എനിക്കേട്ടാ. നമ്മുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ലേട്ടാ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾ എവിടെ പോയി തലകുത്തി നിന്ന് തപസ് ചെയ്താലും കിട്ടില്ല. ഈ പുരാണങ്ങളിലൊക്കെ ചെയ്ത തെറ്റിന് ശാപം വാങ്ങിയ ആളുകളുണ്ടല്ലോ, കുറച്ചു കാലം കഴിയുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ കാരുണ്യം കൊണ്ട് ശാപവിമോചനം നേടാറുണ്ട്. പക്ഷെ കുറച്ചാളുകള് യുഗങ്ങളോളം ആ പാപം പേറിക്കൊണ്ടേ ജീവിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാ. മഹാപാപം ചെയ്ത ആളുകൾക്ക് മാത്രമേ ദൈവം അത്ര വലിയ ശിക്ഷ വിധിക്കുള്ളൂ. നിങ്ങൾ ജീവനോടെയുള്ള കാലം മുഴുവൻ ആ ശാപം അനുഭവിച്ചേ പറ്റൂ. ഞങ്ങൾ ആർക്കും ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഒരുപാട് പേർക്ക് സഹായം ചെയ്തു എന്നല്ലാതെ ശാപമേൽക്കാനുള്ള തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവര് തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ വിചാരിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് നിങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. കൂടെ പിറന്ന പെങ്ങളുടെ മകളോട് അന്യായം ചെയ്തതിന്റെ ശാപം നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കുമെന്ന് വാക്കു കൊടുത്തിട്ട് ശേഷം കൈമലർത്തിയ ആൾക്കാരോട് ആ പെണ്ണിന്റെ ജീവൻ പകരം ചോദിച്ചിരിക്കും. പെണ്ണിന്റെ മനസ്സിലുള്ള പ്രേമം ഒരിക്കലും പകയായി മാറരുത്. പെണ്ണിന്റെ കണ്ണിലെ കണ്ണീര് സമുദ്രമായി മാറരുത്. അങ്ങനെ എങ്ങാനും മാറിക്കഴിഞ്ഞാ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെ പോലുള്ളവർ അതിൽ മുങ്ങിച്ചാവും. എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും മരിച്ചതില് ഞാൻ എത്ര കാലമായി മനപ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഇനി എത്ര കാലം ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നീ? നിന്നോട് കൈകൂപ്പി യാചിക്കാം മോളെ, വലിയ മനസ്സ് കാണിച്ച് ഞങ്ങളോട് ക്ഷമിക്കും മോളെ. എന്റെ മനസ്സ് എപ്പോഴും വലുത് തന്നെയാ. പക്ഷേ ആ മനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാനമില്ല. ഇപ്പോഴും ഇങ്ങനെ തളർന്നാലോ, മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് അനുഭവിക്കും. അച്ഛനമ്മമാരെ വഴിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന മക്കൾക്ക് എന്ത് ഗതി ഉണ്ടാവോ, അതേ ഗതിയായിരിക്കും നിങ്ങൾക്ക് രണ്ടാൾക്കും.
ചെറിയ കുട്ടികളെ അനാഥരാക്കി കളയുന്നവർക്ക് എന്ത് ഗതിയാണോ ഉണ്ടാവുക, അതേ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. മകന്റെ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകത്തിലുള്ള പെൺകുട്ടിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അങ്ങനെ കിട്ടരുതെന്ന് ഞാൻ എപ്പോഴേ ശപിച്ചു കഴിഞ്ഞതാ. ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം നിനക്ക് മനസ്സിലാവും. മനുഷ്യത്വത്തെയും കൂടെ പിറന്നവരുടെ എല്ലാ ബന്ധങ്ങളെയും കൊന്ന് സ്വാർത്ഥതയോടെ ജീവിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്തിനു ചിന്തിക്കണം? എന്റെ അനിയത്തിയെ ഇത്ര കാലമായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാത്ത എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ രീതിയില് നിങ്ങൾ ചിലപ്പോ അവളുടെ ജീവിതവും നശിപ്പിക്കുമെന്ന് എനിക്കറിയാം. എന്റെ അനിയത്തി നല്ല ഭാഗ്യം ചെയ്തവളായോണ്ട് അവള് വലിയ വീട്ടിലെ മരുമകളായി. ആ വീട് ആരുടെയാണെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവളുടെ ജാതകത്തിന്റെ കാര്യം പറയേണ്ടി വന്നു. ശ്രീകർ, ശ്രീകർ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ. മുരളി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു മോനെ? ഏത് കാര്യത്തെ പറ്റി അച്ഛാ? ഏട്ടാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ പറഞ്ഞില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മളുടെ മകനോട് നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതാണ് മുഖ്യം. അവനെക്കുറിച്ച് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാമേ. നിന്റെ കല്യാണത്തെക്കുറിച്ച് പൂജാമുറിയിൽ വെച്ച് സംസാരിച്ചപ്പോ ഞങ്ങളെ പേര് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ആവനിയ. ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ ആവനിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ആവനിയെ മരുമകളായിട്ട് ഇവിടേക്ക് വരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ആവനിയുമായി നീ ഒരുപാടങ്ങ് അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോ സത്യത്തിൽ ആവനിയെ നിനക്ക് ഇഷ്ടമാണെന്നുള്ളത് ഞങ്ങളും മനസ്സിലാക്കിയിരുന്നു ശ്രീ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ജാതകമല്ല അവളുടേത്. നമ്മൾ വിചാരിക്കുന്ന ജാതകമായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്താമായിരുന്നു നമുക്ക്. ഇനി അത് നടക്കില്ല ശ്രീ. ആവനിയുടെ കാര്യത്തിൽ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാച്ചേക്ക്. ഇതാ ഞങ്ങൾ നിന്നോട് പറയാൻ വന്നത്. ആ ഗ്രാമോത്സവത്തില് എത്രയോ മഹത്വമുള്ള മൂക്കുത്തി കിട്ടിയില്ലേ അമ്മേ? അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും അറിയാത്ത പ്രസാദവും ഉണ്ടാക്കിയില്ലേ? സാക്ഷാൽ ആ അമ്മയ്ക്ക് തന്നെ ആപത്ത് വന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ സംരക്ഷിച്ചില്ലേ? അവള് നമ്മുടെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ അന്തസ്സും പാരമ്പര്യവും നല്ല രീതിക്ക് നിലനിർത്തുന്ന ഒരു മരുമകളാവും അവള്. നമ്മുടെ കുടുംബത്തിലേക്ക് ആ അമ്മ തന്നെ പറഞ്ഞയച്ച പോലെ വന്ന കുട്ടിയാണ്. അമ്മേ, ഒരു വട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ തീരുമാനത്തില് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ അമ്മേ? ഒറ്റ തവണ ഒരേ ഒരു വട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്ലീസ് അമ്മേ. നീ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ് മോനെ.
പക്ഷേ അവളുടെ ജാതകം ചേരാതിരുന്ന നമ്മൾ എന്തു ചെയ്യും? നമുക്ക് ആവശ്യമുള്ളത് അമ്മയുടെ ജാതകം പോലത്തെ പെൺകുട്ടിയെ തന്നെയാ. അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ആവണിക്കും നമ്മുടെ അമ്മയ്ക്കും തമ്മില് എന്തോ ബന്ധമുള്ള പോലെ അമ്മയ്ക്ക് തോന്നുന്നില്ലേ? ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചാണ് ഒരു തീരുമാനത്തിലെത്തിയത്. നീ ഇനി ഒന്നും പറയരുത്. അമ്മേ, അതല്ല അമ്മേ. ശ്രീ, ഇനി ആ കാര്യം അങ്ങ് വിട്ടേക്ക്. അച്ഛാ, അതല്ല അച്ഛാ. അവന് നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ ഈ ഗ്രാമത്തിന് കൊടുത്ത വാക്ക് നീ മറന്നുപോയോ? നിന്റെ അമ്മയ്ക്ക് തന്ന വാക്ക് നീ മറന്നുപോയോന്ന്? അമ്മയുടെ ജാതകം പോലൊരു പെൺകുട്ടിയെ മരുമകളാക്കി കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്ക് ഞാൻ എന്തായാലും പാലിക്കും. അതെല്ലാം മറന്നുകൊണ്ട് ജനം നമ്മുടെ കുടുംബത്തെ എത്ര പഴിച്ചാലും നിന്ദിച്ചാലും ദ്വേഷിച്ചാലും അത് യാതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് കരുതി നിന്റെ കല്യാണം നടത്തുന്നതാണോ? അന്ന് പ്രസാദം നിലത്ത് പോയപ്പോ അവിടുത്തെ കർഷകരെല്ലാം തങ്ങൾക്ക് കഷ്ടപ്പാട് വരികയാണെന്നോർത്ത് വിഷമിച്ചത് നീ കണ്ടില്ലേ? ജാതകം ചേരാത്ത ആവനിയുമായി നിന്റെ കല്യാണം നടത്തി കഴിഞ്ഞാൽ അതെല്ലാം സത്യമാവില്ലേ? അമ്മയുടെ ദിവ്യമായ മൂക്കുത്തി ധരിക്കാനുള്ള യോഗ്യത അതെന്റെ ജാതകത്തിൽ പിറന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ സാധിക്കൂ. പ്രസാദം തയ്യാറാക്കാനുള്ള യോഗ്യത മേടരാശിയിൽ കാർത്തിക മാസത്തിൽ വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു പെൺകുട്ടിക്ക് മാത്രമേ സാധിക്കൂ ശ്രീ. മറ്റാർക്കും കഴിയില്ല. ഏത് വിധത്തിലൊക്കെ നോക്കിയാലും ആവനിക്ക് നമ്മുടെ വീട്ടിലെ മരുമകളാകാൻ ഒരിക്കലും സാധിക്കില്ല. നിനക്ക് മനസ്സിലായോ? ആവനിക്കും നിനക്കും ഇടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടാകാവൂ. മറ്റൊരു ബന്ധവും ഉണ്ടാകരുത്. നീ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. നിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഈ ഞങ്ങൾ തന്നെ ആലോചിച്ച് നടത്തും. കേട്ടല്ലോ?
എന്താ അവനി? ഏട്ടാ കരയാണോ? പറഞ്ഞല്ലേ പറ്റൂ. അമ്മയെ വിഷമിപ്പിക്കരുതെന്ന ആഗ്രഹം കൊണ്ട് എന്റെ ഭാര്യയെ ഇനി എത്രത്തോളം വിഷമിപ്പിക്കുന്ന എനിക്കൊരു പിടിയുമില്ല. എന്റെ ഫ്രണ്ട് ഗീത പറഞ്ഞതുപോലെ ആ സീതാരാമര് അവരിൽ ഒരാൾ കാട്ടിലും മറ്റൊരാൾ അയോധ്യയിലും നിന്ന് വേർപാട് സഹിച്ചപ്പോ നമ്മൾ അടുത്തടുത്തുണ്ടായിട്ടും ഇങ്ങനെ വേർപാട് സഹിക്കുന്നു. എത്ര ദിവസം കഴിഞ്ഞാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തീയിലൂടെ നടക്കാൻ പറഞ്ഞാലും മുള്ളുമെത്തയിലെ കിടക്കാൻ പറഞ്ഞാലും എന്ത് തന്നെ സഹിക്കാനാണെങ്കിലും ഞാൻ തയ്യാറാണ്. നിങ്ങളിൽ നിന്ന് അകലാത്തത്രയും കാലം നിങ്ങൾക്ക് അകലണമെന്ന് തോന്നിക്കഴിഞ്ഞ ഞാൻ ഈ ലോകത്ത് തന്നെ പിന്നുണ്ടാവില്ല. ഞാൻ മരുമകളാണെന്ന് അറിയുന്ന നല്ല നാളുകൾ വരുന്നുണ്ട്. ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ പോയി കിടന്നോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നോളാം. താൻ പോയി കിടന്നോ.